ചോക്ലേറ്റ് കൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുമോ? അതിന് ചോക്ലേറ്റ് ഫാക്ടറി വല്ല സ്വന്തമായിട്ട് വേണമല്ലേ? ഇതല്ല. ചോക്ലേറ്റ് കൊണ്ട് രോഗങ്ങളെ തുരത്താൻ കഴിയുമെന്നാണ് ചോദ്യം. ആരോഗ്യ സംരക്ഷണം ചോക്ലേറ്റ് കൊണ്ട് നടക്കുമോ? കഴിഞ്ഞ ടീസർ വീഡിയോ കണ്ടവർക്കറിയാം ചോക്ലേറ്റ് കൊണ്ട് ആരോഗ്യ സംരക്ഷണം സാധ്യമാകുമോ എന്ന കൊടുക്ക് ചോദ്യം ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ അവസാനിപ്പിച്ചത്. ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണം, എങ്ങനെയുള്ള ചോക്ലേറ്റാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, ചോക്ലേറ്റ് എത്ര അളവിൽ കഴിക്കണം, ഏത് സമയത്ത് ചോക്ലേറ്റ് കഴിക്കുന്നതാണ് നല്ലത്, ഇങ്ങനെയുള്ള ഒത്തിരി ചോക്ലേറ്റ് ഘടകങ്ങൾ മുൻനിർത്തിയാണ് ഈ വീഡിയോ. നിർത്തിയിട്ട് പോകല്ലേ. ഈ പ്രമേഹമുള്ളവർക്കും ആദ്യമായിട്ട് കാപ്പി, ചായ, സിഗരറ്റ് ഉപയോഗം കൊണ്ട് വലഞ്ഞിരിക്കുന്നവർക്കും വെയിലത്തോട്ടിറങ്ങിയ തൊലിപ്പുറം ചുവന്ന് തടിക്കുന്നവർക്കും മറ്റ് പലവിധ ജീവിതശൈലി രോഗമുള്ളവർക്കും എല്ലാം തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു ആശ്വാസം ലഭിക്കാനുള്ള ഒരു മികച്ച ടിപ്പ് കൂടി ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ചെറിയ സഹായം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കുക. ഹായ് ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗണേഷ് ആൻഡ് വാട്ട് യു ആർ വാച്ചിങ് ഈസ് മൈ ഇൻഫോർടൈൻമെൻറ്റ്. ചോക്ലേറ്റ് ചിലർക്കെല്ലാം ഒരു പ്രിയ സുഹൃത്താണ്, ഒരു രക്ഷകൻ തന്നെയാണ്. ചിലർക്ക് ടെൻഷൻ തോന്നുമ്പോൾ ചോക്ലേറ്റ് കഴിക്കാൻ തോന്നും, ചിലർക്ക് വിഷമം വരുമ്പോൾ, ചിലർക്ക് പഠിക്കാൻ ഉന്മേഷമില്ലാതെ വരുമ്പോഴായിരിക്കും ചോക്ലേറ്റ് രക്ഷയ്ക്കായി എത്തുന്നത്. ഇങ്ങനെയെല്ലാം ചോക്ലേറ്റ് ഒരു സഹായിയായിട്ട്, കൈത്താങ്ങായിട്ട് നിലനിൽക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. പലർക്കും ഇതൊരു ഗിൽറ്റി പ്ലഷറാണ്. അതായത് ചോക്ലേറ്റ് കഴിക്കുന്നത് അത്ര നല്ല ശീലമല്ലെന്ന് അറിയാം, എന്നാലും ഇതങ്ങോട്ട് നിർത്താൻ പറ്റത്തില്ല. ശരീരത്തിനൊരു ക്ഷീണം വരുമ്പോഴും ഉന്മേഷമില്ലാതിരിക്കുമ്പോഴും എല്ലാം ഒരു സിഗരറ്റ് വലിക്കുന്നത് പോലെ ഈ ശീലം അങ്ങനെ അങ്ങ് തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഇതത്ര വലിയ പ്രശ്നമല്ല. പക്ഷെ PCOD, ഡയബറ്റീസ്, അമിതവണ്ണം ഇങ്ങനെയുള്ളവർക്കൊക്കെ സാധാരണ ചോക്ലേറ്റ്, നമ്മുടെ സാധാരണ ചോക്ലേറ്റ് ഇങ്ങനെ കഴിക്കുന്നത് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. സാധാരണ ചോക്ലേറ്റ് പറ്റത്തില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ പ്രാധാന്യം കടന്നു വരുന്നത്. ഈ ഡാർക്ക് ചോക്ലേറ്റുകൾ ഇരുണ്ട ചോക്ലേറ്റുകൾ എന്നല്ല അർത്ഥം. ഉയർന്ന അളവിൽ കൊക്കോ ചേർന്ന് വരുന്ന ചോക്ലേറ്റുകളാണ് ഡാർക്ക് ചോക്ലേറ്റ്സ്. ഇത്തരം ഡാർക്ക് ചോക്ലേറ്റ്സ് നിശ്ചിത അളവിൽ കഴിക്കുന്നത് ഒരു ഉന്മേഷം ലഭിക്കുമെന്ന് മാത്രമല്ല, ആരോഗ്യകരമായിട്ട് ഒരുപാട് പ്രയോജനങ്ങൾ കൂടിയുള്ളതാണ്. എല്ലാ തരത്തിലുള്ള ഡാർക്ക് ചോക്ലേറ്റും ഇങ്ങനെ ആരോഗ്യദായകമാണെന്ന് പറയാൻ കഴിയത്തില്ല. പ്രത്യേകിച്ചും ഫ്ലേവറുകൾ രുചിക്കായിട്ട് ചേർക്കുന്ന ഡാർക്ക് ചോക്ലേറ്റുകൾ മിക്കപ്പോഴും ധാരാളം ഷുഗർ, പഞ്ചസാര ചേർന്നാണ് വരുന്നത്. സോ ഡാർക്ക് ചോക്ലേറ്റുകൾ എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കുക എന്നുകൂടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഈ ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉയർന്ന അളവിൽ കൊക്കോ ചേർന്നിട്ടുള്ള ഗുണനിലവാരമുള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതും ഷുഗർ ഫ്രീ ആയിട്ടുള്ളതാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്ന ചോക്ലേറ്റുകളിൽ പലതും സ്വാദിന് വേണ്ടി പല തരത്തിലുള്ള ഫ്ലേവറുകൾ ചേർന്നാണ് വരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ടും എല്ലാം നല്ല മധുരമൂറുന്ന, തേനൂറുന്ന ചോക്ലേറ്റുകൾ തന്നെയാണ് എല്ലാവർക്കും പ്രിയം. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോഴേക്കും നമ്മളിൽ കൂടുതൽ പേരും ഹെൽത്ത് കോൺഷ്യസ് ആകും. ഏതായാലും കഴിക്കുന്ന ആഹാരത്തിൻ്റെ കാര്യത്തിലും ചെയ്യുന്ന വ്യായാമത്തിൻ്റെ കാര്യത്തിലും മറ്റുമെല്ലാം നമ്മൾ കൂടുതൽ ബോധവാന്മാരായി തുടങ്ങും. അപ്പോഴാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങി കഴിക്കുന്നത് പലപ്പോഴും അത്രത്തോളം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കും. ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫ്ലേവറുകൾ ചേർത്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റുകൾ ഉപയോഗിക്കരുത്. കാരണം ഇത്തരം ഫ്ലേവറുകൾ ചേർന്നിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ്സിൽ അധിക അളവിൽ പഞ്ചസാര കൂടി ചേർന്നാണ് വരുന്നത്. പഞ്ചസാര അറിയാലോ, ഇന്ന് ലോകം മുഴുവൻ ഇതിനൊരു വെളുത്ത വിഷമായിട്ട് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയല്ല ഇന്ന് പഞ്ചസാര നിയന്ത്രിച്ച് കൊണ്ടുവരാം എന്നാണ് ലോകം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും ഷുഗർ ഫ്രീ ആണെന്ന് നോക്കി വാങ്ങുകയാണ് പതിവ്. ബിസ്ക്കറ്റ്, ചൂയിങ് ഗം, ബ്രെഡ് അങ്ങനെ തുടങ്ങി ചുമക്കി കഴിക്കാനുള്ള കഫ് സിറപ്പ് വരെ ഷുഗർ ഫ്രീ ആയാണ് വിപണിയിലേക്ക് എത്തുന്നത്. ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഈ ഡാർക്ക് ചോക്ലേറ്റ്, അത് ആരോഗ്യ സംരക്ഷണം ലക്ഷ്യം വയ്ക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. പെൺകുട്ടികളിൽ പലരും കല്യാണ സമയത്തും മറ്റും റെഗുലറായിട്ട് ഡാർക്ക് ചോക്ലേറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ചർമ്മത്തിൻ്റെ തിളക്കത്തിനും ആരോഗ്യത്തെയും മുൻനിർത്തിയാണ് ഇവരിങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നത്. ഇവിടെയും ഡാർക്ക് ചോക്ലേറ്റ്സ് നമ്മളെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഫ്ലേവറുകൾ അധികമായി ചേർത്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് ശരീരത്തിലേക്ക് അനാവശ്യമായ അളവിൽ പഞ്ചസാര കടന്നു ചെല്ലുന്നതിനും കൊഴുപ്പ് കെട്ടലുകൾ, വയറിന് ഇരുവശത്തുമൊക്കെ ആയിട്ട് കൊഴുപ്പ് കെട്ടുന്നതിനും മറ്റും കാരണമാകുന്നുണ്ട്.
അതുപോലെ ക്രമാതീതമായിട്ട് ഷുഗർ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു ചെല്ലുന്നത് മുഖക്കുരുവും മറ്റും വർദ്ധിക്കുന്നതിന് കാരണമാകും. സോ ചർമ്മ സംരക്ഷണം വെച്ച് ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നവർ തീർച്ചയായിട്ടും ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ ഷുഗർ ഫ്രീ എന്ന് പറയുമ്പം വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ചോക്ലേറ്റ്സ് ആണ് ഏറ്റവും നല്ലത്. ഡാർക്ക് ചോക്ലേറ്റ്സ് നിങ്ങൾ കേട്ട് മടുത്തിരിക്കുകയാണല്ലേ. ഈ ഡാർക്ക് ചോക്ലേറ്റ്സ് എന്തുകൊണ്ട് കഴിക്കണം എന്ന് നോക്കാം. ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നൊന്നായി വിശദീകരിക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഡാർക്ക് ചോക്ലേറ്റ്സ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാരാളം ധാതുക്കളുടെ കലവറയാണ്. ഇരുമ്പ്, മെഗ്നീഷ്യം, മാംഗനീസ്, പൊട്ടാസ്യം, ഫോസ്ഫറസ്, സിങ്ക്, സെലിനിയം ഇവയുടെ എല്ലാം ഒരു നല്ല കലവറയാണ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്. ഈ ധാതുക്കളൊക്കെ വളരെ ചെറിയ അളവിലാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. പക്ഷേ ഇവയെല്ലാം തന്നെ ശരീരത്തിന് നിർബന്ധമായിട്ട് ലഭിച്ചിരിക്കേണ്ട ധാതുക്കൾ തന്നെയാണ്. ഒരു ഉദാഹരണമായിട്ട് സെലിനിയം പറയാം. സെലിനിയം ഒരു ദിവസം 55 മില്ലിഗ്രാം മാത്രമേ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളൂ. പക്ഷേ ഈ സെലിനിയം നിർബന്ധമായിട്ടും നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരേണ്ട ഒരു ഘടകമാണ്. പക്ഷേ സെലിനിയം ലഭിക്കേണ്ട സ്രോതസ്സുകൾ പരിശോധിച്ചാൽ കടൽ മത്സ്യങ്ങൾ, മാംസം, ചീര, മഷ്റൂം ഒക്കെയാണ്. ഇന്ന് പലരും കൂടുതലായിട്ടും പച്ചക്കറി ആഹാരം ഉപയോഗിക്കുന്നവരാണ്. പലരും നോൺ വെജ് ഉപയോഗിച്ച് എന്തെങ്കിലും രോഗമൊക്കെ വന്നിട്ടായാലും ഒരു സമയം കഴിയുമ്പോൾ ദീർഘകാലത്തേക്ക് പച്ചക്കറി ആഹാരവുമായിട്ട് മുന്നോട്ട് പോകാറുമുണ്ട്. ഈ വെജിറ്റേറിയൻ ആഹാരം മാത്രം ഉപയോഗിക്കുന്നവർക്ക്, പച്ചക്കറി ആഹാരവുമായി മാത്രം മുന്നോട്ട് പോകുന്നവർക്ക് സെലിനിയം നിശ്ചിത അളവിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സെലിനിയം ദീർഘകാലം കുറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ പ്രത്യുൽപാദന ശേഷിയെയും മസിലുകളിൽ വേദനയും തലച്ചോറിൽ മന്ദതയും ഓർമ്മക്കുറവും അങ്ങനെ പല തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാറുണ്ട്. ഡാർക്ക് ചോക്ലേറ്റിലെ പ്രധാന ഘടകമാണ് കൊക്കോ. ഈ കൊക്കോയിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പുകളെ പറ്റി അവയുടെ ഫാറ്റി ആസിഡ് പ്രൊഫൈൽ പരിശോധിച്ചാൽ ശരീരത്തിന് വളരെ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളാണ് ഈ കൊക്കോയിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതലായിട്ടും ഒലീക് ആസിഡാണ് കൊക്കോയിൽ അടങ്ങിയിട്ടുള്ളത്. ഈ ഒലീക് ആസിഡ് ഒലിവ് ഓയിലിനും മറ്റും കാണപ്പെടുന്ന ഹൃദയത്തിന് ആരോഗ്യകരമായിട്ടുള്ളൊരു കൊഴുപ്പാണ്. ഒലിവ് ഓയിലിന് ഇന്ന് മാർക്കറ്റിൽ ആസ് സച്ച് ഭയങ്കര വിലയാണ്. സോ ഇത്തരം സ്രോതസ്സുകളിൽ നിന്ന് ഒലീക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഇവ കൂടാതെ സ്റ്റീറിക് ആസിഡ്, പാൽമെറ്റിക് ആസിഡ് ഇവയെല്ലാം തന്നെ ഗുണകരമായിട്ടുള്ള ഫാറ്റി ആസിഡുകളാണ്. ഇവയെല്ലാം ശരീരത്തിലേക്ക് കടന്നു വരാൻ ആരോഗ്യകരമായിട്ടുള്ള വളരെ സേഫായിട്ടുള്ള ഒരു സ്രോതസ്സാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഈ ഫാറ്റി ആസിഡുകളെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കാമല്ലോ. ഫാറ്റ്, കൊളസ്ട്രോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയായിരിക്കും അല്ലേ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഹൃദയത്തിൻ്റെ സംരക്ഷണത്തെ എല്ലാം സഹായിക്കുന്ന ധാരാളം ഫാറ്റി ആസിഡുകളുണ്ട്. ഒലീക് ആസിഡ് തന്നെ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ. സോ ഇവയെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് കൃത്യമായ അളവിൽ കടന്നു വരുന്നത് നമ്മുടെ ആരോഗ്യത്തെയാണ് പരിപോഷിപ്പിക്കുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ശരീരത്തിൻ്റെ ടോട്ടൽ കൊളസ്ട്രോളിൽ യാതൊരു തരത്തിലുള്ള ഹാനികരമായിട്ടുള്ള സ്വാധീനവുമില്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ചോക്ലേറ്റ് കഴിച്ചാലുടൻ നമുക്കൊരു ഉത്തേജനം ലഭിക്കുന്നത് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന പല തരത്തിലുള്ള സ്റ്റിമുലൻറ്റുകൾ കാരണമാണ്. ഈ ഡാർക്ക് ചോക്ലേറ്റിലും കഫീൻ, തിയോബ്രോമിൻ തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള ഉത്തേജക പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും കഫീനും തിയോബ്രോമിനുമാണ്. ഈ കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ അധികമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ BP ഉയർന്നു വരാൻ കാരണമാകും. അതുകൊണ്ടാണ് കോഫി അഥവാ കാപ്പി നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കരുത് എന്ന് ഡോക്ടർമാർ ഒരു നിർദ്ദേശം കൊടുക്കുന്നത്, പ്രത്യേകിച്ചും രാത്രി കാലത്ത്. കാരണം ഉറക്കം നഷ്ടപ്പെടാനും ഇത് കാരണമാകും. പക്ഷേ ഇവിടെയും ഡാർക്ക് ചോക്ലേറ്റിന് കാപ്പിയുടേതായിട്ടുള്ള പ്രശ്നമില്ല. കാരണം കാപ്പിയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കഫീൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോഴും നമ്മുടെ BP ഉയരുകയോ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുകയോ ചെയ്യുന്നില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ. ഡാർക്ക് ചോക്ലേറ്റിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങൾ വളരെ കൂടുതലാണ്. ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങളെ പറ്റി മുമ്പ് ഞാൻ തന്നെ ഘോരം പറഞ്ഞിട്ടുള്ളതാണ്. പറയുമ്പോൾ തന്നെ എന്തൊരു സന്തോഷം എന്നറിയാമോ. നമ്മുടെ ശരീരത്തിൽ ഒരു നിയന്ത്രണവുമില്ലാതെ പാഞ്ഞ് നടക്കുന്ന പ്രശ്നം ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കലുകളെ നിയന്ത്രിച്ച് നിർത്താൻ വളരെ സഹായകാരിയാണ് ഈ ആൻറ്റി ഓക്സിഡൻ്റ് ഘടകങ്ങൾ. ഇന്നത്തെ കാലത്ത് ക്യാൻസറും പ്രമേഹവും എല്ലാം സർവ്വസാധാരണമായി മാറുന്ന ഒരു അവസ്ഥയാണ്, ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. എല്ലാവരും ഈ കാലത്ത് ആൻറ്റി ഓക്സിഡൻ്റ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ വളരെയധികം ഉത്സാഹം കാണിക്കാറുണ്ട്. കാരണം ഇത്തരം ആൻറ്റി ഓക്സിഡൻറ്റുകൾക്ക് ഈ പ്രമേഹവും അതേപോലെ ക്യാൻസറും കാരണം ഉണ്ടാകുന്ന ഉപദ്രവങ്ങളെയെല്ലാം ചെറുക്കാൻ വളരെ മികച്ച ഒരു കഴിവുണ്ട്. ഇതിനു വേണ്ടി ഇത്തരം ആൻറ്റി ഓക്സിഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മികച്ച സ്രോതസ്സാണ് ഡാർക്ക് ചോക്ലേറ്റ്സ്. ഗവേഷണം അനുസരിച്ച് ഡാർക്ക് ചോക്ലേറ്റ് ബദാം പോലുള്ള മറ്റ് ഭക്ഷണങ്ങളുമായി ചേർത്ത് ഉപയോഗിക്കുമ്പോൾ LDLൻ്റെ അളവ്, അതായത് മോശം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നതായി പഠന റിപ്പോർട്ടുകളുണ്ട്. സോ ഇതും ഒരു മികച്ച ടിപ്പാണ്.
ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനൊപ്പം കുറച്ച് ബദാം കൂടി ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരം.